ശ്രീനാരായണ ഗുരു ഒരു സനാതനിസ്റ്റാണോ? വസ്ത്രാചാരം ഉപേക്ഷിക്കണം എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് ഒരു വിവാദമായി തീരുന്നത്? ആരുടെ പിടിവാശിയാണ്? ചർച്ച തുടരുന്നു. നമുക്കൊപ്പം ഡോക്ടർ ടി.എസ്. ശ്യാംകുമാർ നിരീക്ഷകനുണ്ട്, ഒപ്പം BJP പ്രതിനിധി ഷാജി രാഘവനും. ഞാൻ ശ്യാംകുമാറിലേക്ക് പോകുന്നു. ശ്യാം, സനാതനധർമ്മം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് വർണ്ണാശ്രമധർമ്മമല്ലാതെ മറ്റൊന്നുമല്ല. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യനെ ഉദ്ഘോഷിച്ച ഗുരു എങ്ങനെ ഒരു മതത്തിൻ്റെ പരിമിതിക്കുള്ളിൽ രൂപപ്പെട്ടു വന്ന സനാതനധർമ്മത്തിൻ്റെ വക്താവാകുമെന്ന് ചോദിച്ചതാണ് പിണറായി വിജയൻ. ഇപ്പോൾ ഷാജി രാഘവൻ പറയുന്നത് ഒരു RSSകാരന് മാത്രമായി ഒരു ശ്രീനാരായണീയനായിരിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞാൽ ഒരു സനാതനിസ്റ്റിന് മാത്രമേ ഒരു ശ്രീനാരായണ ഗുരു ആകാൻ പറ്റൂ എന്ന വ്യാഖ്യാനമാണ് BJPയും സംഘപരിവാറും നൽകുന്നത്. എങ്ങനെയാണ് ഇത് ചേർന്ന് പോവുക? ചരിത്രത്തിലെ ഏറ്റവും വലിയ തമാശയെന്ന് വേണം ഈ പ്രസ്താവനയെ പറയാൻ. കാരണം 1925 RSS രൂപീകരിച്ചതിൻ്റെ 12ാമത്തെ ദിവസം സാക്ഷാൽ നാരായണ ഗുരുസ്വാമികൾ മഹാനായ പത്രാധിപർ CV കുഞ്ഞിരാമനോട് പറഞ്ഞു, ഹിന്ദുമതമെന്നൊരു മതമേ ഇല്ലല്ലോ, ഹിന്ദുമതമെന്നൊരു മതമേ ഇല്ലല്ലോ എന്ന് പറഞ്ഞ ആളാണ് നാരായണ ഗുരുസ്വാമികൾ. ആ നാരായണ ഗുരുസ്വാമികളുടെ ആശയം എങ്ങനെയാണ് സനാതന ആശയമായി മാറുന്നത്? ആ ഒരു റെഫറൻസ് വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ് ഞാൻ ഒന്ന് BJP പ്രതിനിധിയുടെ സ്റ്റേറ്റ്മെന്റ് ചോദിച്ചു വരും. ശ്രീ ഷാജി രാഘവൻ, അതിനോട് എങ്ങനെയാണ് താങ്കൾ പ്രതികരിക്കുന്നത്? ഹിന്ദു മതമെന്നൊന്നേ ഇല്ലല്ലോ എന്ന മറുപടിയാണ് ഞാൻ പറഞ്ഞല്ലോ ശ്രീനാരായണ ഗുരു നൽകുന്നതെങ്കിൽ ആ മതത്തെ ഉദ്ഘോഷിച്ചുകൊണ്ടുള്ള സനാതന ആശയത്തിനെ എങ്ങനെയാണ് ശ്രീനാരായണ ഗുരുവുമായിട്ട് ബന്ധിപ്പിക്കാൻ കഴിയുക? അല്ല, ഇക്കാര്യത്തിലുള്ള ഒരു വലിയ ആധികാരികമായ വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കാനൊന്നും ഞാൻ ആളല്ല. പക്ഷെ ഒന്ന് പറയാം, ഗുരുദേവൻ ഇത് പറയുന്ന കാലഘട്ടങ്ങളിൽ അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. എവിടെയാണ് അന്ന് ഹിന്ദു സമൂഹം ഉള്ളത്? അന്ന് ഈഴവരും നായരും പുലയരും അങ്ങനെയുള്ള വിഭാഗങ്ങളാണ്. ഇതൊരു വിഷയമായിരുന്നല്ലോ. എന്തിനാ അത്രയും പോയ 1927 ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹം അവസാനമായി പങ്കെടുത്ത പള്ളാത്തുരുത്തിയിലെ ഒരു SNDP യോഗ സമ്മേളനമുണ്ട്. അവിടെ അദ്ദേഹം നടത്തിയ വിളംബരം, ഞാനൊന്ന് പൂർത്തീകരിച്ചു, അദ്ദേഹം നടത്തിയ വിളംബരം ശിലാഫലകത്തിൽ ഇപ്പോഴും കാണാം. ഡോക്ടർ അരുൺ അവിടെ പോയാലും കാണാം. അവിടെ എന്താ പറഞ്ഞിട്ടുള്ളത് ഗുരുദേവൻ? ശരി, അദ്ദേഹത്തിന്റെ അവസാനത്തെ വിളംബരം, അദ്ദേഹത്തിന്റെ അവസാനത്തെ പ്രസംഗം, അവിടെ എന്താ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്? അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അദ്ദേഹം ഒരു അരനൂറ്റാണ്ട് കാലം കേരളത്തിന്റെ ഒരു പരിഷ്കർത്താവ് എന്നുള്ള നിലയിൽ കേരളത്തിൽ നിറഞ്ഞു നിന്ന് പറഞ്ഞ കാര്യങ്ങളിലെ ചില ഭാഗങ്ങൾ അടർത്തിയെടുത്തുകൊണ്ട് ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പലതും പറയാം. സത്യത്തിൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം എന്തായിരുന്നു? ഈ വിഷയം എന്തുകൊണ്ട് വിവാദമായി? സ്വാമി സച്ചിദാനന്ദ പറഞ്ഞതുകൊണ്ടല്ല വിവാദമായത്. ബഹുമാന്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു വിഭാഗം ഹൈന്ദവരുടെ മാത്രം ക്ഷേത്രങ്ങളുടെ വിഷയത്തിൽ ഇടപെട്ട് സംസാരിച്ചതാണ് വിഷയം. അതാണ് ഇന്ന് NSSന്റെ ജനറൽ സെക്രട്ടറി ഉന്നയിച്ചത്. അതല്ലേ യഥാർത്ഥ പ്രശ്നം? ശ്രീനാരായണ ഗുരുദേവനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സനാതന ധർമ്മത്തെ പറ്റിയിട്ടുള്ള വിഷയങ്ങൾ നമ്മൾ ഈ അരമണിക്കൂർ പെരുഫലായിട്ട് ചർച്ച ചെയ്താൽ തീരുമോ ഡോക്ടർ? ശരി, അല്ലല്ല, അത് വാസ്തവമാണ്. എങ്കിലും ഞാനൊരു അങ്ങയുടെ പ്രതികരണം ചോദിച്ചത് മാത്രം. ടി.എസ്. ശ്യാംകുമാർ, താങ്കൾക്ക് തുടരാം. ഇത് ഒറ്റപ്പെട്ട ചില ഭാഗങ്ങൾ മാത്രം അടർത്തിയെടുത്ത് ഗുരുവിനെ തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് എന്നാണ് ഷാജി രാഘവന്റെ വാദം. അല്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പള്ളാത്തുരുത്തിയിൽ വെച്ച് കൂടിയ SNDP യോഗത്തിന്റെ 24ാം വാർഷിക സമ്മേളനത്തിൽ TK മാധവന്റെ നേതൃത്വത്തിലാണ് ആ സമ്മേളനം നടന്നത്. ആ സമ്മേളനത്തിൽ ആശംസ നേർന്നുകൊണ്ട് നാരായണ ഗുരുസ്വാമികൾ എഴുതിയ പ്രസ്താവന മുഴുവൻ ഞാനിവിടെ വായിക്കാം. നോക്കൂ, സമുദായ സംഘടനയെപ്പറ്റിയും മതപരിഷ്കാരത്തെപ്പറ്റിയും നിങ്ങൾ ഗൗരവമായി ആലോചനകൾ ചെയ്തു വരുന്നുണ്ടെന്നറിയുന്നത് നമുക്ക് വളരെ സന്തോഷം തന്നെ. എന്നാൽ സംഘടനകളുടെ ഉദ്ദേശം ഒരു പ്രത്യേക വർഗക്കാരെ മാത്രം ചേർത്ത് ഒരു സമുദായത്തെ സൃഷ്ടിക്കുവാനായിരിക്കരുത്. മതപരിഷ്കാരം ഇന്നുള്ള ഏതെങ്കിലും ഒരു മതസംഘത്തെ ഉപേക്ഷിച്ച് മറ്റൊരു മതസംഘത്തിൽ ചേരുന്ന ശ്രമം മാത്രമായി കലാശിക്കരുത്. ഗുരുവിന്റെ അടുത്ത വാക്കുകളാണ് ഏറ്റവും പ്രസക്തം. നമ്മുടെ സമുദായ സംഘടന എല്ലാ മനുഷ്യരെയും ഒന്നായി ചേർക്കുന്നതായിരിക്കണം. മതം വിശ്വാസ സ്വാതന്ത്ര്യത്തെ അനുവദിക്കുന്നതും സംസ്കൃത ബുദ്ധികൾക്കെല്ലാം സ്വീകാര്യവും മനുഷ്യരെ ഒരു ഉത്തമമായ ആദർശത്തിലേക്ക് നയിക്കുന്നതുമായിരിക്കണം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്നുള്ള സനാതന ധർമ്മം അങ്ങനെയുള്ള ഒരു മതമാകുന്നു. അപ്പോൾ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നുള്ള സനാതന ധർമ്മം അങ്ങനെ ഒരു മതമാകുന്നു എന്നാണ് ഗുരു പറഞ്ഞത്. നോക്കൂ, ഞാൻ പറഞ്ഞത് എവിടെയാണ് സനാതന ധർമ്മത്തിന്റെ ഗുരു ഇവിടെ സനാതനം എന്ന് ഉദ്ദേശിക്കുന്നത് ശാശ്വതമായ മൂല്യങ്ങളെയാണ്. സ്നേഹം 25ലെ സംഭാഷണത്തിൽ CV കുഞ്ഞിരാമനോട് ഗുരു പറയുന്നുണ്ട്, സ്നേഹം,
ക്രിസ്തു മതത്തിന്റെ സാരം സ്നേഹമാകുന്നു, മുഹമ്മദ് മതത്തിന്റെ സാരം സാഹോദര്യമാകുന്നു. സ്നേഹമില്ലാതെ സാഹോദര്യമോ സാഹോദര്യമില്ലാതെ സ്നേഹമോ നിലനിൽക്കുന്നില്ല. സനാതന ധർമ്മങ്ങൾ തുല്യപ്രധാനങ്ങളാണ് എന്ന് ഗുരുദേവൻ പറഞ്ഞതിലൂടെ ക്രിസ്തുമതത്തെയും ഇസ്ലാം മതത്തെയും മറ്റു വ്യത്യസ്ത ധർമ്മ പാരമ്പര്യങ്ങളും തുല്യപ്രധാനങ്ങളാണ് എന്ന് പറയുക മാത്രമല്ല, ഗാന്ധിയുമായുള്ള സംഭാഷണത്തിൽ ഗാന്ധി ഗുരുവിനോട് ചോദിക്കുന്നുണ്ട്, ഹിന്ദുമതം ആധ്യാത്മികമായ മോക്ഷപ്രാപ്തിക്ക് പര്യാപ്തമല്ലേ സ്വാമികളെ എന്ന് ചോദിച്ചപ്പോൾ ഗുരു പറഞ്ഞ മറുപടി, മറ്റു മതങ്ങളിലും മോക്ഷമാർഗം ധാരാളം ഉണ്ടല്ലോ എന്നാണ്. അതിന്റെ പോയിന്റ് കിടക്കുന്നത് സനാതന ധർമ്മങ്ങൾ തുല്യപ്രധാനങ്ങളാണ് എന്ന് ഗുരുവിന്റെ ആശയത്തിൽ, അല്ലാതെ ഹിന്ദുമതം ഈസിക്കൽ ടു സനാതന ധർമ്മം എന്ന് പറയുന്ന ആ ഒരു സങ്കല്പം അതാണ് ശ്രീ ഷാജി രാഘവൻ. ഒരു നിമിഷം ഷാജി രാഘവൻ, ഒരു ഭാഗത്ത് ഗുരു പറയുന്നു ക്രൈസ്തവ വിശ്വാസികൾ കരുതുന്നത് പോലെയുള്ള സ്നേഹത്തെക്കുറിച്ചും ഇസ്ലാം മത വിശ്വാസികളുടെ സാഹോദര്യത്തെക്കുറിച്ചും, സ്നേഹമില്ലാതെ സാഹോദര്യമോ സാഹോദര്യമില്ലാതെ സ്നേഹമോ മോക്ഷമോ ഒന്നും ഉണ്ടാവില്ല എന്ന് ശ്രീനാരായണ ഗുരു പറയുന്നതും ഇവരെയൊക്കെ ആഭ്യന്തര ശത്രുക്കളായി പ്രഖ്യാപിക്കുന്നതും രണ്ടും രണ്ടല്ലേ ശ്രീ ഷാജി രാഘവൻ? ആഭ്യന്തര ശത്രുക്കളായിട്ട് പ്രഖ്യാപിച്ചതെന്നൊക്കെ പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ, ചില കാര്യങ്ങൾ, ചില പോയിന്റ്, ചില ഇൻസിഡൻറ്റുകൾ ഇപ്പോൾ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ തന്നെ 10-70 വർഷക്കാലത്തെ ചില സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടിട്ടാണ് താങ്കളെ പോലുള്ളത് പറയുന്നത്. എനിക്ക് മുമ്പ് ഇവിടെ പറഞ്ഞ അദ്ദേഹത്തിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല. അദ്ദേഹം വളരെ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് യോജിക്കുക. ഞങ്ങൾ അതിനോട് ചേർന്ന് നിൽക്കുന്നവരാണെന്നേ. എന്താ സംശയം? എന്താ? അതാണ് സനാതന ധർമ്മം അല്ലെങ്കിൽ ഹിന്ദു നിങ്ങൾക്ക് നരനിൽ, സാർ, ഞങ്ങൾ നരനിൽ നാരായണനെ കാണാമെന്ന് പറയുന്ന ഒരു വലിയ തത്വമുണ്ട്. അമ്പലത്തിൽ പോലും പോകണമെന്നില്ല ഒരു മോക്ഷം കിട്ടാൻ. അതാണല്ലോ ഹൈന്ദവമായിട്ടുള്ള ഒരു സങ്കല്പം എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ വിശദാംശങ്ങളെ പറ്റിയിട്ടൊന്നും പറയാൻ ആധികാരികമായിട്ട് ഞാൻ ആളല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കാത്തത്. പക്ഷേ എനിക്ക് മുമ്പ് പറഞ്ഞ ആള് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അതിനോട് പൂർണ്ണമായിട്ടും ഞങ്ങളും അതിനോട് ചേർന്നാ നിൽക്കുന്നത്. ഇന്നത്തെ വിഷയം അതല്ല, ഇസ്ലാമിന്റെ ആരാധനയായിരുന്നില്ല, ക്രിസ്ത്യാനിയുടെ ആരാധനയെയും ഒരേപോലെ പ്രോത്സാഹിപ്പിക്കണമെന്ന ആശയമാണ് രാഷ്ട്രീയത്തിലേക്ക് ഡോക്ടർ അരുൺ വരാത്തതാണ് എന്റെ വിഷമം. അല്ലല്ല, ഏറ്റവും കാതലായ വിഷയം ഇതാണല്ലോ. ഇതൊരു സനാതനിസ്റ്റ് ആശയം എന്ന രീതിയിലാണല്ലോ ഇന്നിപ്പോൾ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നതും. NSSന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ ഓരോ ക്ഷേത്രത്തിനും ഓരോ ആചാരമുണ്ട്, അത് തിരുത്താൻ ആർക്കാണ് അവകാശം എന്ന ചോദ്യം ചോദിച്ചിരിക്കുന്നു. ഞാൻ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് ഈ ചർച്ചയുടെ ഭാഗത്തേക്ക് എത്താം. നരനിൽ നാരായണനെ കാണാൻ കഴിയുന്നു എന്നത് നല്ല കാര്യം. നരനിൽ ആ നരൻ ആരായിരിക്കണം എന്നുള്ളതാണ്. ഏത് വിഭാഗത്തിലുള്ള നരനിലും നാരായണനെ കാണാൻ കഴിയണം. ആ നരനിൽ നസ്രാണിയെ കാണാൻ സാധിക്കണം, നരനിൽ ഇസ്ലാമിനെ കാണാൻ സാധിക്കണം. അങ്ങനെ കാണാൻ സാധിക്കുമ്പോഴാണ് ആ ദർശനം പൂർണ്ണമാവുക. എല്ലാ ദർശനങ്ങളും ഒരു മനുഷ്യനുണ്ടാവണം. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഏകം സദ്വിപ്രാ ബഹുധാവദന്തി എന്നല്ലേ പല പേരുകളിൽ വിളിക്കുന്നു. പക്ഷേ പിന്നീട് വരുമ്പോൾ നമ്മൾ അതിൻ്റെ പേരിൽ മനുഷ്യരെ തല്ലുകൊല്ലുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ പ്രശ്നം സനാതന ആശയത്തിലാണോ അത് പ്രാവർത്തികമാകുന്ന വഴിക്കാണോ എന്നുള്ളതാണ് ചോദ്യം. Debate with Dr. Arun Kumar.